And yeah, it's a great idea. Yeah, and we're just meeting this in Kerala in India, but I look forward to seeing this. വാച്ചയുടെ വീഡിയോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റിംഗ് ആയിട്ട് ഉപയോഗിക്കാം. പല ടൈപ്പിൽ നമുക്ക് ചെയ്യുന്നുണ്ട്. ഫോൺ കേസിന്റെ അകത്ത് ബാക്കിൽ കേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫീച്ചേഴ്സ്. F0 എന്നുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ഞാനുള്ളത്. ഒരു അടിപൊളി ഒരു റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയേ, ചേര റോക്സ് ബീച്ച് ഹൗസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഒരു സമ്മാനം തന്നിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ രീതിയിൽ നമ്മളൊക്കെ വിസിറ്റിംഗ് കാർഡ് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ് അല്ലേ, ഇങ്ങനെ ഒരു പേപ്പർ കാർഡായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഇതേപോലുള്ള ഒരു കാർഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു കാർഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു 100 പേർക്ക് കൊടുക്കണം 100 കാർഡ് ചെയ്തെടുക്കണം അല്ലേ, 1000 പേർക്ക് കൊടുക്കണം 1000 കാർഡ് നമ്മൾ ഇതേപോലെ പ്രിന്റ് ചെയ്തെടുക്കണം. അതിന് പകരം ഒരു സിംഗിൾ ഒരു കാർഡിനെ കൊണ്ട് 1000 പേർക്കല്ല ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമ്മൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർഡാണ് ഷജീഷ് ചേട്ടൻ എൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചറിയാം. എനിക്ക് എന്തൊക്കെ നിങ്ങളുടെ ഈ കെ കാർഡിൽ ആഡ് ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റും. ഇതിൽ ഞങ്ങൾക്ക് ഒരു പേപ്പർ കാർഡിൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് പേര്, അല്ലെങ്കിൽ ഇൻസ്റ്റാ ID, ഫേസ്ബുക്ക് ID. പക്ഷേ ഇതിൻ്റെ ലൈവ് വെർഷനാണ് ഈ കെ കാർഡ് ഉപയോഗം കാണുമ്പോൾ. നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അതിൻ്റെ അകത്ത് ഫുൾ നിങ്ങളുടെ ഫോട്ടോസ് വരും, നിങ്ങളുടെ എംബ്ലം വരും, പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ആഡ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ, എല്ലാ സോഷ്യൽ മീഡിയയും നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ചെയ്യാൻ പറ്റും, അഡ്രസ്സ്, എവറിത്തിങ്. നിങ്ങളിപ്പം ഗൂഗിൾ മാപ്പ് ഇടേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് നിങ്ങൾ ഈ കാർഡ് കൊടുത്താൽ നിങ്ങൾക്കിത് വാട്സപ്പ് വഴി അയച്ചു കൊടുത്താൽ അവർക്ക് അതിൽ സെർച്ച് ചെയ്ത് ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നിങ്ങൾ വീട്ടിലെത്താൻ വരെ പറ്റും. അതൊരിക്കലും പേപ്പർ കാർഡിൽ എന്തായാലും പറ്റില്ല. ഇതിന്റെ ടെക്നോളജി എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഓക്കെ, ഇത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിന്റെ ടെക്നോളജി. അതായത് NFC എന്ന് പറയും. ഇപ്പോൾ എല്ലാ ഫോണുകളിലും വരുന്ന ഫോണുകളൊക്കെ NFC ഉണ്ട്. iPhone 7ന്റെ മുകളിൽ എല്ലാ ഫോണുകളിലും NFC യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമ്മളിത് ടാപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ നമുക്ക് ഈ കാർഡ് ആക്റ്റീവായിട്ട് അതിൻ്റെ അകത്തൊരു പ്രൊഫൈൽ വരും. പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന സ്കാൻ ചെയ്ത്, നമ്മൾ പണ്ട് QR കോഡ് സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്താലും അതേ സെയിം പ്രൊഫൈൽ വരും. അത് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്കിത് വാട്സപ്പ് വഴി ഇത് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പം ദുബായിലുള്ള ഒരാൾക്ക് നിങ്ങളുടെ പ്രൊഫൈലേക്ക് അയക്കാൻ പറ്റും. അദ്ദേഹത്തിന് അവിടെ നിന്ന് സേവ് ചെയ്താൽ സെയിം ഫോണിൽ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായത് അതേ പ്രൊഫൈൽ ഇവിടെ കിട്ടും. അതായത് ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എനിക്ക് ആർക്കും വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്യാം, എവിടെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതായത് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് ലോകം മുഴുവൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഷെയർ ചെയ്ത് കൊടുക്കാം. അത് ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അടിപൊളി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ഒരാൾ ഫോൺ നമ്പർ നമ്മൾ വാങ്ങാണ്. അപ്പോൾ ഫോൺ നമ്പർ മാത്രമേ എല്ലാവരും വിസിറ്റിംഗ് കാർഡിൽ സേവ് ചെയ്യാറുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ നോക്കി ഒരിക്കലും അയാൾ ഇൻസ്റ്റാ ID സെയിം ആവണമെന്നില്ല. ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. ഫേസ്ബുക്ക് ആയിട്ട് ചില ആൾ ക്രിയേറ്റീവായിട്ട് പേര് മാറ്റിയിട്ടൊക്കെയാണ് ഇൻസ്റ്റയിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. ഈ കാർഡാണെങ്കിൽ അതിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലേക്ക് ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്താൽ ഇൻസ്റ്റയിലേക്ക് പോകും, ഫേസ്ബുക്ക് തൊട്ടാൽ വരും. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ എപ്പോൾ സേവ് ചെയ്ത് വെച്ചാലും ആ കോൺടാക്റ്റിൽ അവരുടെ പേരിനോടൊപ്പം ഈ പ്രൊഫൈൽ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് എപ്പോഴും അവരുടെ ഫുൾ എന്തൊക്കെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇത് നിങ്ങളാണല്ലോ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതെ. അപ്പൊ ഇത് നിങ്ങളെ കയ്യിലായിരിക്കും എന്റെ കംപ്ലീറ്റ് ആക്സസ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും. അതായത് നിങ്ങൾക്ക് ഞാനൊരു യൂസർ നെയിം പാസ്വേഡ് തരും. അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ടാണ് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ സെർവറിലാണ് വന്ന് വീടുന്നത്. ആക്ച്വലി ഡാറ്റ ഞങ്ങളുടെ സെർവറിലാണ്. ഞങ്ങൾ അതിൻ്റെ സെക്യൂരിറ്റി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടാണ് ഡാറ്റ സെക്യൂരിറ്റി ഉള്ളത്. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ചില ആൾ ചോദിക്കുന്നത് ഈ ഡാറ്റ ഭയങ്കരമാണെന്ന് പറയുന്നത്. നിങ്ങളുടെ ഡാറ്റ എന്ന് പറയുന്നത് നിങ്ങൾ ഒരാൾക്ക് കൊടുക്കാൻ പബ്ലിക്കിൽ കൊടുത്തത് മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾ അത്രയേ ഉള്ളൂ. ആ ഡാറ്റയേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഡാറ്റ ഒന്നുമില്ല, ഒന്നുമില്ല. നിങ്ങളുടെ കോൺടാക്ട് പേഴ്സണൽ നമ്പർ ആയിരിക്കും ചില സമയത്ത് അതൊരു ഡാറ്റ ആയിട്ട് വരുന്നുണ്ടോ, വേറെ ഒന്നും വേണ്ടത് വരാനില്ല. അതുകൊണ്ട് വേറെ ടെൻഷനും കാര്യങ്ങളും ഇല്ല. എനിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കൊടുക്കണ്ടൂ. അതേപോലെ ഞാനാണ് ഇത് കംപ്ലീറ്റ് കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങളൊരു യൂസർ നെയിം പാസ്വേഡ് എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് വെബ്സൈറ്റ്, നിങ്ങളെ കെ കാർഡ് വെബ്സൈറ്റ് കയറിയിട്ട് എല്ലാം എനിക്ക് ചെയ്യാം. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഷുവർ. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് മാറ്റിയിട്ട് വേറെ ആളെ പേരിലേക്ക് വരെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എനിക്ക് തന്നെ ചെയ്യാം. ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കാർഡിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അവിടെ യൂസർ നെയിം ചെയ്താൽ നിങ്ങൾക്ക് ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ നിങ്ങൾ എത്ര ആൾ വ്യൂ ചെയ്തു, ഏത് രാജ്യത്ത് നിന്ന് വ്യൂ ചെയ്തു, ഏത് ഫോണിൽ വ്യൂ ചെയ്തു, ആൻഡ്രോയിഡ് ആണോ ഇതാണോ എല്ലാം കാണാൻ പറ്റും. അതും കാണാൻ പറ്റും. മൊത്തം ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഒരു വിസിറ്റിംഗ് കാർഡ് അല്ല, നല്ല ഫീച്ചേഴ്സ് ഉള്ള വിസിറ്റിംഗ് കാർഡ്. സാധാരണ രീതിയിൽ നമുക്കൊരു കാർഡ് മാത്രം യൂസ് ചെയ്യുന്നുള്ള ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാം, ഇതൊക്കെ നമുക്ക് കാണാനും പറ്റും, ഷുവറായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു ഓഫീസ് എംപ്ലോയിക്ക് നിങ്ങൾ കാർഡ് കൊടുക്കുകയാണെങ്കിൽ അവരെത്രയാക്കി ഇത് ഷെയർ ചെയ്തെന്ന് വരെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. പെർ ഡേ അദ്ദേഹത്തിന് ഇപ്പം പണ്ടൊക്കെ ഞങ്ങൾ മാർക്കറ്റിംഗ് പോകുമ്പോൾ വിസിറ്റിംഗ് കാർഡ് തന്നാൽ ഞങ്ങൾ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ചാടിയിട്ടൊക്കെ പോകാറുണ്ട്. ഇത് അത് പറ്റില്ല. ടാപ്പ് ചെയ്താൽ അവിടെ കാണും എത്ര ആൾക്ക് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, ബോസിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ്? വിസിറ്റിംഗ് കാർഡ് യൂസ് ചെയ്യുന്ന ആർക്കും, അതായത് എല്ലാ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ഈ തിരക്കുള്ള ആൾക്കാർക്കും. നമ്മളിപ്പം ഫിലിം ഇൻഡസ്ട്രിയിലും കാണാം. ഇപ്പോൾ എൻ്റെ ഒരുപാട് ആർട്ടിസ്റ്റ്, സിനിമ മേഖലയിൽ ഒരുപാട് നടന്മാർ ഈ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ ഫീൽഡ്
അത്യാവശ്യം ഫിലിം ഫീൽഡ് ഞാനും ഉണ്ട്. അതുകൊണ്ടുള്ള പരിപാടിയൊക്കെ കാരണം അത് എനിക്ക് ഓൾറെഡി അറിയാം, കാരണം നമ്മളെ വ്യൂവേഴ്സും കൂടി അറിയണല്ലോ. ചെറിയ രീതിയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഈ ആൾക്കാർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം പബ്ലിക്കിന്റെ മുമ്പിൽ നമ്പർ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ നമ്പർ വെച്ചാൽ അങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ വളരെ സീക്രട്ടായി അദ്ദേഹത്തിന് മാത്രം കോൺടാക്ട് ഷെയർ ആവും. ഒത്തിരി പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നടന്മാർ ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ഇതാവുമ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ ഏറ്റവും വലിയ എനിക്ക് ഫീൽ ചെയ്തൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കൂടുതൽ വിസിറ്റിംഗ് കാർഡ് എടുത്ത് നടക്കണ്ട. ഞാനിപ്പോ ഒരു പേഴ്സിൽ എപ്പോഴും നമുക്ക് എപ്പോഴും ഒരു പ്രയാസം തന്നെയാണ്. അപ്പൊ ഞാനൊരു 10-20 കാർഡ് എന്റെ പേഴ്സിൽ വെച്ച് കഴിഞ്ഞാല് അത് തന്നെ ഉണ്ടാവും കാണാൻ. അത് പുറകിൽ വെച്ച് വലിയ പാടാത് കൊണ്ട് നടക്കാം, പേഴ്സ് കൊണ്ട് നടക്കാൻ. ഇതെനിക്ക് നിങ്ങൾ അന്ന് തന്നതിന് ശേഷം സിംഗിൾ ഒരെണ്ണം അതിൽ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ പേഴ്സിൽ വെച്ച് വാലറ്റിൽ വെച്ചിട്ട് ശരിക്കും റീഡ് ആവുന്നുണ്ട്. ഞങ്ങൾ അതിന്റെ ഒരു കോംപ്ലിമെന്ററി ബോക്സ് ആണിത്. ഈ ബോക്സിൽ വെച്ചാൽ പോലും നമുക്ക് ഈ പ്രൊഡക്റ്റ് റീഡ് ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ ഈ പ്രൊഡക്റ്റ് അവിടെ റീഡ് ആയി വന്നു. അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സിൽ വെക്കാം, എവിടെയും വെച്ച് കൊടുക്കാം. ഇത് എന്താ സംഭവിക്കും, മാജിക്കൽ മാതിരി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, മാജിക് പോലെ ഇത് ചെയ്യാൻ പറ്റും. അല്ല ഞാനിത് എടുത്തിട്ട് കുറച്ച് പേർക്ക് ഞാൻ പേഴ്സ് എന്റെ വാലറ്റ് എടുത്തിട്ട് ഇതേപോലെ ഞാൻ ടാപ്പ് ചെയ്തപ്പോ എല്ലാവരും ഇതെന്താ സംഭവം, അത് പേഴ്സിൽ എന്തെങ്കിലും ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കുക, കാരണം നമുക്കൊരു ഇതാണല്ലോ സത്യം. എനിക്ക് കിട്ടിയ വേറൊരു ഗുണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ സാധാരണ ഞാനിപ്പോ ഒരു ബ്ലോഗറാണ്, യൂട്യൂബ് ബ്ലോഗറാണ്. അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആരും ആദ്യം ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഫേസ്ബുക്ക് ID, അത് ചോദിച്ചു കഴിഞ്ഞാല് അത് അവർക്ക് അത് ടൈപ്പ് ചെയ്യണം, ഇതൊക്കെ കുറച്ച് പണിയാണ്. ഇത് എനിക്ക് ഒരു പണിയുമില്ല. അവർ ചോദിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. ആ ടാപ്പ് ചെയ്ത് കൊടുത്ത് അപ്പൊ തന്നെ സ്പോട്ടിൽ അവർക്ക് എന്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാ, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാ, ഇൻസ്റ്റ ഓപ്പൺ ചെയ്യാ, എന്തൊക്കെയുണ്ടോ അതൊക്കെ ഓപ്പൺ ചെയ്യാം. അതിലുപരി അവര് നിങ്ങളുടെ മുമ്പ് അപ്പൊ തന്നെ ഫോളോ ചെയ്യും. അപ്പൊ തന്നെ ഓപ്പൺ ചെയ്ത എല്ലാവരും അപ്പൊ ഇത് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ളത് സജീഷാണ് ഞാൻ അങ്ങോട്ട് പറയാൻ കാരണം. സാധനമാണല്ലോ. അതെ, നിങ്ങളിപ്പോ യൂട്യൂബർ ചെയ്യുമ്പോൾ നമുക്ക് സത്യം. വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നമുക്കൊരു റെസ്റ്റോറന്റിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും? ഷുവർ ആയിട്ടും. എങ്ങനെ നമുക്ക് റെസ്റ്റോറന്റിൽ എങ്ങനെ നമുക്ക് ഞങ്ങൾക്ക് ഇതിപ്പോ QR കോഡ് കാണുന്നില്ലേ, റെസ്റ്റോറന്റിൽ ചില സ്ഥലത്ത് QR കോഡ് സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റാൻഡിന് പകരം നമുക്കിപ്പോൾ സ്കാൻ ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ടാപ്പ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. ഞാൻ അതിന്റെ ഉദാഹരണം ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഇതുപോലെ നമുക്കിപ്പോ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോ ഒരു ബോസിന്റെ ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു കൗണ്ടറിന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിസിറ്റിംഗ് കാർഡ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. അവർ വന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡാറ്റ കിട്ടും. ഡാറ്റ അതിലേക്ക് പിന്നെ അവർക്ക് വന്നു. അതുപോലെ അവർക്ക് റിവ്യൂസ് കൊടുക്കാനും പറ്റും. ഇതിന്റെ അകത്ത് ആ ബോസിന്റെ ഫീഡ്ബാക്ക് കൊടുക്കാം, ജെന്യൂൻ റിവ്യൂസ് കൊടുക്കാനും പറ്റും. ഈ കസ്റ്റമർ എങ്ങനെയാണ്, നിങ്ങളുടെ ഇവിടെ സർവീസ് എങ്ങനെയാണ്, എല്ലാം കൊടുക്കാനും പറ്റും. എല്ലാം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതെ. രണ്ടാമത്തെ എന്റെ ഒരു ചോദ്യം, ഇതിപ്പോ ഒരു മെനു കാർഡ് ആയിട്ട് നമുക്ക് മെനു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് തരാനും പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെയാ വേണമെന്നുള്ളത് അത് നമുക്ക് ചെയ്യാനും പറ്റും. നമ്മുടെ മെനു എന്താണ്, അതിന്റെ റേറ്റ് എല്ലാം ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഓർഡർ ചെയ്യാനും പറ്റും. ടേബിളിൽ ഓർഡർ ചെയ്യാനും പറ്റും. ആ ലെവലിൽ വരെ നമ്മൾ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും വിസിറ്റിംഗ് കാർഡ് മാത്രമല്ല, വിസിറ്റിംഗ് കാർഡ് മാത്രമല്ല, ഇത് ഒരുപാട് സാധ്യതകളും ഉള്ളത് ഇനി എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് സാധ്യത. ഞങ്ങൾ അതിൻ്റെ ഒരു ടാഗ് രൂപത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡിജിറ്റൽ ടാഗായിട്ട്. അപ്പം നമുക്കിപ്പോൾ അറിയാലോ, ഗ്യാസ് കണക്ഷന് വേണ്ടി വീട്ടിൽ വരുന്ന ആൾ ജെന്യൂൻ ആണോ അല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ ടാഗുമായിട്ട് വരുന്നവർ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നമുക്ക് ഉറപ്പാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് പ്രൊഫൈൽ ഉണ്ടാവും, അയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ടാവും, അയാളുടെ ഹയർ അതോറിറ്റിക്ക് വേണം നിങ്ങൾ കംപ്ലയിന്റ് ചെയ്യാനുള്ള ഉണ്ടാവും, ഗുഡ് മാർക്ക് കൊടുക്കാനുള്ള ഉണ്ടാവും, എല്ലാം ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ID വെച്ചിട്ട് ഒരാൾക്ക് വരാൻ പറ്റില്ല. ജെന്യൂൻ ആയിട്ടുള്ള ആളായിരിക്കും. ഇനിയിപ്പോൾ ഒരു ഗവൺമെന്റ് ആയിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് വലിയ ഗുണം ചെയ്തു. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ എല്ലാ എംപ്ലോയീസിനും ഡിജിറ്റൽ ടാഗ് കൊടുക്കും. ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അവർ ടാഗ് ചെയ്യുന്ന അതേ കോസ്റ്റിൽ ഞങ്ങൾ ഡിജിറ്റൽ ടാഗ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, റെഡിയാണ്. ഇത് ശരിക്കും ഭയങ്കര ഗുണം. കാരണം നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ പറഞ്ഞ ID ഉണ്ടല്ലോ, അത് ഫേക്ക് ആയിട്ട് അടിച്ചിട്ട് വരാമല്ലോ. അതെ, ഇതിലാകുമ്പോൾ നമുക്ക് ഈ ഞങ്ങളുടെ സെർവറിലൂടെ മാത്രമേ ഇതുള്ളൂ. അതുമല്ല, ഞങ്ങൾ ഈ മൊത്തം ഡാറ്റയും ഗവൺമെന്റിന്റെ സെർവറിലേക്ക് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. വളരെ ഇതായിട്ട് ഒരു ഇതുമില്ല, ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ വരെ ഞങ്ങൾ തരാം. നമുക്ക് സമൂഹത്തിന് നല്ല രീതിയിൽ മാറ്റങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലതാണ്. പിന്നെ നമുക്ക് ലൈവ് ലൊക്കേഷന്റെ സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ പൈപ്പ് ലൈനിലുള്ള വർക്കാണ് അത്, ലൈവ് ലൊക്കേഷൻ. അതിപ്പോൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്കൂളിലെ കുട്ടികളെ ഇപ്പോൾ അറിയാലോ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ടാഗിൽ നമുക്ക് ലൈവ് ലൊക്കേഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ ഭാവിയിൽ അത് കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഒരു പാരന്റിന് മാർക്ക് ലിസ്റ്റോ എല്ലാം കിട്ടും. കുട്ടീനെ എന്തൊക്കെ ഡീറ്റെയിൽ വേണോ, കുട്ടീൻ്റെ ഇപ്രാവശ്യത്തെ പഠിപ്പ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇതിൻ്റെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ സ്കൂളായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇൻ ആൻഡ് ഔട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ അതിൻ്റെ പൈപ്പ് ലൈനിലാണ് അതുകൊണ്ട് അങ്ങനെ ഇതായിട്ട് ഡീറ്റെയിൽ പറയുന്നില്ല. ബട്ട് അത് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും, വലിയ രീതിയിൽ ചെയ്യാൻ പറ്റും.
പിന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു മെസ്സേജുള്ളൊരു ക്യാഷ്ലെസ് ക്യാമ്പസ്. ഇപ്പോൾ ക്യാമ്പസുകളിൽ ഈ MDMA കുട്ടികളിൽ യൂസ് ചെയ്യുന്ന പോലെ പല ഡ്രഗ്സ് വരുന്നുണ്ട്. അതെന്തുകൊണ്ട് വെച്ചാൽ കുട്ടികളുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കുട്ടികളുടെ ഐഡൻറ്റിറ്റി ടാഗിൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് വീട്ടുകാർ പൈസ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിൽ റീചാർജ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് പൈസ വെച്ചിട്ട് ക്യാമ്പസുമായി ടൈപ്പ് ചെയ്ത് അവിടെയുള്ള കൗണ്ടറിൽ നമുക്കിത് ടാപ്പ് ചെയ്ത് അവർക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ പറ്റും. പൈസ ഇനി കോളേജിൽ കൊണ്ടുവരാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഗവൺമെന്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ എല്ലാ ഐഡിയാസ് നമുക്ക് ഒരുപാട് ഐഡിയകളുണ്ട്. അടിപൊളി പരിപാടിയാണ്. ഇങ്ങനെ കുറെ കുട്ടികൾ നശിച്ചു പോകുന്ന കുട്ടികളുണ്ട് ഇങ്ങനെയുള്ള ഡ്രഗിലെല്ലാം വേണ്ടി. അത് വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സമൂഹത്തെ നമുക്ക് ഷുവറാണ്. നല്ല രീതിയിൽ വന്ന കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല. മാതാപിതാക്കളും സേഫാണ്. കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ്, കുട്ടികൾ കോളേജിൽ പോയോ മെസ്സേജ് വരും, എല്ലാം സ്കൂൾസിലൊക്കെ എവിടെയും. ഞാൻ പറയാം ഇതിനെ വെറും ഒരു വിസിറ്റിംഗ് കാർഡ് ഞങ്ങൾ തുടങ്ങിയെന്നുള്ളൂ. നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. നമ്മുടെ പൈപ്പ് ലൈനിൽ ഒരുപാട് വർക്ക് ഉണ്ട്. ഞങ്ങൾ ഇനി ലോഞ്ച് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പം വലിയൊരു സംഘടനയായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു 200 കാർഡ് ചെയ്ത് ഞങ്ങൾ വലിയ രീതിയിൽ ലോഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ മുന്നോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഒരു ഒഫീഷ്യൽ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾ കുറച്ച് സെയിൽ കേക്ക് ഡിജിറ്റൽ ബിസിനസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റ ID കിട്ടും. നമ്മൾ ഇൻസ്റ്റയിൽ അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. എല്ലാ ഡീറ്റെയിൽസ് അതിൻ്റെ ഉണ്ട്. ഒരുപാട് ആളെ ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ചാൾ ഇടാണ്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് നമുക്ക് ഈ കാർഡ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക്? ഇത് ഞങ്ങൾ ഒരു റിംഗ് ഉണ്ടായിരുന്നു, ഒരു ബോച്ചയുടെ വീഡിയോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റിംഗ് ആയിട്ട് ഉപയോഗിക്കാം. പല ടൈപ്പിൽ നമുക്ക് ചെയ്യുന്നുണ്ട്. ഫോൺ കേസിൻ്റെ അകത്ത് ബാക്കിൽ കേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. റിംഗ് ആയിട്ടും കാണും. ടാപ്പ് ചെയ്താൽ മതി. അതുണ്ട് ഞങ്ങൾ ബോച്ചന്റെ വീഡിയോയിൽ അതുണ്ട്. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ യൂസ് ചെയ്യണം? നമ്മൾ ആൻഡ്രോയിഡ് ഫോണ്, നമ്മൾ ഐഫോൺ മെയിൻ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ NFC ഉണ്ടാകുന്ന പിറകു വശത്തായിരിക്കും, ബാക്കിൽ ഉണ്ടാവും. iOSന്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ഐഫോണിലാണെങ്കിൽ iOSന്റെ മുകൾ ഭാഗത്ത്, ഫ്രണ്ടിന്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ. അതിപ്പോ എല്ലാ ഫോണിലും നമുക്ക് ഈ NFC-യുടെ പ്രശ്നം ഉണ്ടോ? എല്ലാ ഫോണുകളും NFC ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഐഫോണിലെല്ലാം ഓൾമോസ്റ്റ് ഉണ്ട്. ഇനി വരുന്ന എല്ലാ ഫോണുകളും ഉണ്ടാവും. NFC ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ QR കോഡ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്കാൻ ചെയ്താൽ മതി. NFC ഇല്ലാത്ത ഫോണിലും അതേ ഫെസിലിറ്റി വർക്ക് ചെയ്യും QR കോഡ് വെച്ചിട്ട്. ഇനി എനിക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. കാരണം ഈ കാണുന്നവർക്കൊക്കെ ഉള്ള ഒരു ഡൗട്ട് അതായിരിക്കും, ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര റേറ്റ് വരും എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങൾ ഒരു ബ്ലാങ്ക് കാർഡ് അല്ല കൊടുക്കുന്നത്. ഞങ്ങൾ ശരിക്കും ഇത് പ്രിന്റ് ചെയ്തിട്ടാണ് കാർഡ് കൊടുക്കുന്നത്. അപ്പം അതിന് എന്തായാലും അറിയാലോ ഒരു കാർഡിന്റെ കോസ്റ്റ് വരും. പിന്നെ അത് ചിപ്പ് ഇൻസേർട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളിത് ഇപ്പം 1500 ഞങ്ങൾ കൊടുക്കുന്നത്. ബട്ട് ഒരു കാർഡ് ഇപ്പോൾ നോർമൽ സെയിൽ ഒരു കമ്പനീസിന് വേണം, ഒരു ബൾക്കായിട്ട് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഞങ്ങൾ ചെറിയ രീതിയിൽ കൊടുക്കണം. ബൾക്ക് ഓർഡേഴ്സിന് ഉറപ്പായിട്ടും നമ്മൾ ചെറിയ രീതിയിൽ പേപ്പർ കാർഡിനും കാട്ടും വില കുറച്ച് ഞങ്ങൾ കൊടുക്കും. ഉറപ്പായിട്ട് കൊടുക്കും. വലിയൊരു ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായി ചെയ്ത് കൊടുക്കും. അതും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അവരുടെ ബ്രാൻഡ് നെയിം, ഇപ്പൊ ഞങ്ങളുടെ ബ്രാൻഡ് നെയിമിലാണ് ഫിറോസ് ബൈക്ക് ഞാൻ ചെയ്തത്, എന്റെ ബ്രാൻഡ് നെയിം. ഇതിന് പകരം അവരുടെ ബ്രാൻഡ് എന്താണോ ആ പേരിൽ വേണമെങ്കിൽ ചെയ്യാൻ കൊടുക്കും. ഈ കേക്ക് കാർഡ് ഒന്നുമില്ലാതെ ഇപ്പം ഏതൊരു ഇതുള്ളോ അതിന്റെ പോലെ ഈ പേരാണ്, ആ പേര് മാത്രം വരുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്ത കാർഡുകളുണ്ട്. അതുപോലെ ഇതിപ്പം ഇതൊരു ഏജൻസിന്റെയാണ്. അപ്പൊ അവരുടെ ബ്രാൻഡ് മാത്രം. അപ്പൊ ഇതിൽ നിങ്ങൾ ഈ പറയുമ്പോൾ ഈ കേക്ക് കാർഡിന്റെ ഒന്നും ഉണ്ടാവില്ല, വെറും ഇത് മാത്രം. എന്ത് ഡിസൈനിൽ വേണം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം? എന്ത് ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഈ ടൈപ്പിന് വേണമെന്നില്ല. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതിനുണ്ട്, അങ്ങനെ ചെയ്തു തരാൻ പറ്റും. ഓക്കെ. ഇപ്പൊ പൈസയുടെ പറഞ്ഞല്ലോ. അപ്പൊ വേറൊരു ഡൗട്ട് എന്റെ മനസ്സിലുള്ളത് വെച്ചാൽ, ഇത് ഞാൻ വാങ്ങിച്ചു ഉപയോഗിച്ചു, ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയി, മിസ്സായി പോയി. അപ്പം എനിക്ക് എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ ഇത് ഒന്നുകൂടി എടുക്കാൻ എന്താ ഓപ്ഷൻ ഉള്ളത്? ഷുവർ, ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അത് തരാൻ പറ്റും. പക്ഷെ അതിനൊരു ചെറിയ ചാർജ്, ഒരു 250 ഞങ്ങൾ ചാർജ് ചെയ്യും. അത്രേ ഉള്ളൂ. ഒരു 250 കാർഡായിട്ട് വരും. നിങ്ങൾക്ക് ഒന്ന് എടുക്കാൻ പറ്റും ഉറപ്പായിട്ടും. സെയിം ആ പ്രൊഫൈൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ സേവ് ആയിരിക്കും. നിങ്ങൾക്ക് പ്രൊഫൈൽ എപ്പോഴും നിങ്ങൾക്ക് വർക്ക് ചെയ്യും. കാർഡായിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ 250 തന്നാൽ ഞങ്ങൾ തരാൻ പറ്റും, ചെയ്തു തരാൻ പറ്റും. Okay. So we're reviewing the K card, which is something that we've just come across. This is a pretty cool product. It's just being able to seems like streamline all of your contact information, and it seems like this would be a helpful thing for a lot of people to experience. It's a beautiful design, good for the environment because you're not wasting a bunch of little cards, and yeah, it's a great idea. Yeah, and we're just meeting this in Kerala in India, but I look forward to seeing this when it's all around the world and in Canada because I will have held it first. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പ്രത്യേകിച്ച് കമ്പനിയിൽ ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടു വളരെ ചെറിയ ചീപ്പ് റേറ്റിൽ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഗവൺമെൻറ് തലത്തിലേക്ക് എന്തായാലും ഇത് എത്തിച്ചു കൊടുത്താൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഉപകരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് കെ കാർഡ്സ് നമ്മൾ മുന്നിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.